പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ മറുപടിയാണ് സി പി എമ്മിൻ്റെ ഈ തോൽവി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ മറ്റ് പല മുഖ്യമന്ത്രിമാരുമായിട്ടും പിണറായി വിജയനെ താരതമ്യം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സി പി എമ്മിലെ മുൻ മുഖ്യമന്ത്രിമാർ ഇ കെ നായനാരായാലും അതുപോലെ തന്നെ സി പി ഐയിലെ PKV-യും അച്യുതമേനോനും ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ജനകീയനായി മാറിയ VS അച്യുതാനന്ദനുമായിട്ടും ഈ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയിലൂടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന നേതാവായിരുന്നു VS. അപ്പോൾ VS-ഉമായിട്ട് കൂടുതൽ താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിണറായിയുടെ ഒരു അഹങ്കാരത്തിൻ്റെ റിസൾട്ടാണോ ഇത്? അതെ, നമ്മളെ ഒറ്റനോട്ടത്തിൽ നമുക്കിത് രണ്ട് വ്യക്തിത്വങ്ങൾ, ഇപ്പം നമ്മൾ അവസാനം കണ്ട രണ്ട് CPM-ൻ്റെ അവർ രണ്ടുപേരും സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നവരും മുഖ്യമന്ത്രിയായിരുന്നവരാണല്ലോ, മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പോൾ ഇവരെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ഈ ഒരു അഹന്ത ഒരു ഭാഗത്തും, മറ്റൊന്ന് ഒരു ജനകീയത മറ്റൊന്നും. അപ്പോൾ എതിരാളികൾ പോലും VS അച്യുതാനന്ദനെയും ഇ കെ നായനാരെയും ഒക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോഴും വ്യക്തിപരമായി വ്യക്തിഹത്യ അങ്ങ് നടത്താറില്ല. പക്ഷേ പിണറായി വിജയനോട് ആ ഒരു സമീപനം പൊതുജനങ്ങൾക്കുണ്ടാവണമെന്നില്ല. കാരണം അദ്ദേഹം വിശേഷിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആയതുകൊണ്ട് എല്ലാ വിഷ്വൽസും അതേ നിമിഷം സമൂഹത്തിലേക്ക് വരികയാണ്. അപ്പം പിണറായി വിജയൻ്റെ വാക്കിൻ്റെ ശക്തി വളരെ വലുതാണ്. അപ്പം അദ്ദേഹം, ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തില്ല, പിണറായി വിജയൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് RSP എന്നൊരു പാർട്ടി കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളത്. അതായത് കൊല്ലത്ത് ഒരു മന്ത്രി അല്ല ഒരു MP RSPക്ക് ഉണ്ടാകുന്നത്. അതുപോലെ അദ്ദേഹം ചെറ്റ എന്ന് പറഞ്ഞതുകൊണ്ട് എത്രയോ ആയിരം ഭൂരിപക്ഷം നമ്മുടെ ചെറ്റത്തരമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, അതിനുവേണ്ടി അദ്ദേഹത്തിന് ഇപ്പം സുധാകരന് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾക്ക് വലിയ കരുത്തുണ്ട്. അത് നെഗറ്റീവിൽ നിങ്ങൾ എടുക്കുകയോ പോസിറ്റീവിൽ എടുക്കാം. ഞാൻ എന്നെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഉദയം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ റിസൾട്ടാണ് ഇന്ന് ഒരുപക്ഷെ ഇനി വരുന്ന 5 വർഷം നമ്മുടെ നിയമസഭയിലെ സുധാകരൻ ഇരിക്കുന്നതും TK ഗോവിന്ദൻ ഇരിക്കുന്നതും കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്നതും ഒക്കെ ആ തരത്തിലാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ, അത് ശരിക്കും നമ്മളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനസേവകരാണല്ലോ. അപ്പം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ അഹന്ത കാണിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ബലത്തിലാണ് കാണിക്കുന്നത്? കാരണം ജനങ്ങൾ നൽകിയ മാൻഡേറ്റിലാണ്. അത് പാർട്ടിയുടെ സെക്രട്ടറി ആകുന്നതും പാർട്ടിയുടെ അംഗങ്ങൾ നൽകിയ മാൻഡേറ്റാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നതും ഇവിടുത്തെ വോട്ടർമാർ നൽകിയ മാൻഡേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്. അപ്പം നമ്മൾ ഈ സ്ഥാനങ്ങളിരിക്കുന്ന നേതാക്കൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ഓർക്കണം, വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പാർട്ടിക്ക് അകത്തും ബാധകമാണ്, പാർട്ടിക്ക് പുറത്തും ബാധകമാണ്. അപ്പം പിണറായി വിജയൻ്റെ രണ്ടാം പിണറായി സർക്കാരിനുണ്ടായ അപജയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്വീകരിച്ചിരുന്ന ഒരു ബഹുജനാടിത്തറ, നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടാകുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടി ബ്യൂറോക്രാറ്റായിട്ട് നമ്മൾ ഈ സോവിയറ്റ് യൂണിയനിലും മറ്റുമൊക്കെ ഉള്ള പാർട്ടി, അവിടുത്തെ സ്റ്റാലിനെ പോലുള്ള ആളുകൾ പ്രവർത്തിച്ചൊരു ശൈലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു പാർട്ടി ബ്യൂറോക്രസി എന്നുള്ളൊരു സംവിധാനത്തിലൂടെ നിലനിൽക്കുകയും അത് പിന്നീട് PR വർക്കിൽ വലിയ PR വർക്ക് ചെയ്തു. അത് ആദ്യം ശൈലജ ടീച്ചറാണ് കോവിഡ് സമയത്ത് ഈ PR വർക്ക് കാര്യമായി ചെയ്തത്. പിണറായി വിജയൻ ശൈലജ ടീച്ചറെ ഒതുക്കുന്നതിൽ ഒരു പ്രധാന കാരണം ശൈലജ ടീച്ചർ ഈ PR വർക്ക് നടത്തി ഇന്റർനാഷണൽ അവാർഡ് വരെ നേടിയ ആളാണ്. അപ്പം അത് തൻ്റെ ഭാവി നശിപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അവരെ മത്സരിപ്പിക്കാത്തത്. ഇപ്പം മത്സരിപ്പിച്ചതിന് ഒരിക്കലും ജയിക്കരുത് എന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് ഞാൻ ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ശ്രീ VS അച്യുതാനന്ദൻ. അദ്ദേഹം താഴെത്തട്ടിൽ നിന്നും വന്ന ഒരാളാണ്. അവസാന നിമിഷം വരെയും ആ താഴെത്തട്ടിൽ നിന്ന് വന്നതിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. കാരണം ഒരിക്കലും അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നിട്ടില്ല. വളരെ കർക്കശക്കാരനായ ഒരു പാർട്ടിക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടെ അദ്ദേഹം കുറച്ചുകൂടി ജനകീയനായി മാറി. നമ്മുടെയൊക്കെ ഒരുപാട് ചാനലുകളിലും മിമിക്രിയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇങ്ങനെ അനുകരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയൊക്കെ അദ്ദേഹം വളരെ, പക്ഷെ അദ്ദേഹത്തിന് അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. CPM-ൽ അതേപോലെ ഒരുപാട് നാൾ പാർട്ടി സെക്രട്ടറി ആയ ഒരാളാണ്.
അതിൽ മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പം നമ്മൾ അദ്ദേഹം CPM എന്നുള്ള പാർട്ടി രൂപീകരിക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരുണ്ടല്ലോ, അതിലൊരു പ്രധാന അംഗമാണ്. അപ്പം കേരളത്തിലെ CPMന്റെ തുടക്കം അദ്ദേഹത്തിലാണ്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും പാർട്ടിയും ഏതാണ്ട് അവസാനിക്കാറായി എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി സമയമെടുക്കുമെങ്കിലും, ചടങ്ങുകൾക്ക് കുറച്ച് സമയമെടുക്കുമെങ്കിലും, അത് അവസാനത്തിൻ്റെതായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. അദ്ദേഹവും ഈ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഇരയാണ്. പിണറായി വിജയനോ പിണറായി വിജയൻ്റെ അനുചരങ്ങളോ അല്ലെങ്കിൽ ആയ ആളുകളോ നടത്തിയ കാര്യങ്ങളിൽ പാർട്ടിക്കകത്തു നിന്നും പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ വെട്ടിനിരത്തിയ ഒരാളാണ് അദ്ദേഹം. ഈ പാർട്ടി പ്ലീനത്തിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല ഒക്കേഷനിൽ. വളരെ അതൃപ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 2006 മത്സരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അപ്പം ജനങ്ങളിൽ ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്യുതാനന്ദൻ 2006 സീറ്റ് കൊടുക്കുന്നത്. ആദ്യം അദ്ദേഹത്തിനെ പ്രായാധിക്യം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തി. അങ്ങനെ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി. അതായത് പിണറായി വിജയൻ 2006 അദ്ദേഹത്തെ വെട്ടി നിരത്തിയതായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ ഒരു ജനമുന്നേറ്റത്തിൽ അദ്ദേഹത്തിനെ പുനഃസ്ഥാപിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് തിരിച്ച് MLA ആക്കാൻ സീറ്റ് കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം അങ്ങനെ മലമ്പുഴയിലാണ് പിന്നീട് വിജയിച്ചതൊക്കെ അറിയാലോ. 2001 മുതൽ അദ്ദേഹം മലമ്പുഴയിലേക്ക് പോയി. അച്യുതാനന്ദൻ ഏതാണ്ട് 4 തവണ മത്സരിക്കുകയും 2 തവണ ജയിക്കുകയും ചെയ്ത മണ്ഡലമാണ്. ആദ്യമായിട്ട് അദ്ദേഹം മത്സരിക്കുകയും അതുപോലെ ജയിക്കുകയും ചെയ്തത് അമ്പലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിരുന്നത്. ആ അമ്പലപ്പുഴയിലാണ് ഇന്ന് സുധാകരൻ ജയിച്ചത്. അതായത് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആന്തരിക വിപ്ലവത്തിൻ്റെ പ്രതിഫലനം എന്നല്ല അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. അത് സുധാകരൻ ഒരുപക്ഷെ പരാജയപ്പെട്ടെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. അപ്പം സുധാകരൻ സ്വീകരിച്ച വഴി ശരിയായിരുന്നു എന്ന് പാർട്ടി അംഗങ്ങളും വിധി എഴുതിയെന്നാണ് നമ്മൾ ആദരത്തിൽ സ്വീകരിക്കാൻ. അപ്പം പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും വളരെ സൈലൻ്റ് ആയിട്ട്, അന്നൊന്നും അദ്ദേഹത്തിന് ഈ PR വർക്ക് ചെയ്യാൻ അറിയാത്ത ആളായിരുന്നു അച്യുതാനന്ദൻ ആ കാലഘട്ടത്തിലും. അപ്പം വളരെ സൈലൻ്റ് ആയിട്ട് പാർട്ടിയുടെയും പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെയും ഒക്കെ വളരെ അവരുടെ ഇടയിൽ വളരെ പോപ്പുലറായിരുന്നു. അന്ന് ഈ മിക്കവാറും പോഷക സംഘടനകളുടെ ഒക്കെ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ വിളിക്കുന്നത് പാർട്ടി ഈ അച്യുതാനന്ദൻ തന്നെയാണ്. അന്ന് മുഖ്യമന്ത്രിമാരെക്കാൾ ഉപരി അന്ന് പാർട്ടിയുടെ നയനാരെ പോലുള്ള മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവരൊക്കെ വിളിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ ആ താഴെത്തട്ടിലുള്ള വർക്കേഴ്സിന് അദ്ദേഹം സ്വീകാര്യനായിരുന്നു എല്ലാ കാലഘട്ടത്തിലും. അപ്പം 15 വർഷമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അദ്ദേഹത്തിന് 91 അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനൊരു ചാൻസ് വന്നേനെ. പക്ഷെ അന്ന് പാർട്ടി തോറ്റുപോവുകയാണ് ചെയ്തത്. അറിയാമല്ലോ, ഈ സന്ദേശം സിനിമയിൽ പറയുന്ന പശ്ചാത്തലമുണ്ട്. അപ്പം അതിനുശേഷം 96 വീണ്ടും പാർട്ടിക്ക് ഒരു അവസരം വന്നപ്പോഴേ അദ്ദേഹം തോറ്റുപോയി. അപ്പം 2001 അദ്ദേഹം മലമ്പുഴയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷേ മലമ്പുഴയിൽ നിന്ന് ജയിക്കുമ്പോഴും പാർട്ടി ദയനീയമായി തോറ്റ ഒരു വർഷമായിരുന്നു. പക്ഷേ 2006 അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് പാർട്ടിക്കകത്തുള്ള അണികൾ തന്നെ അദ്ദേഹത്തിന് സീറ്റ് വാങ്ങിക്കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷെ മുഖ്യമന്ത്രി ആയിട്ടും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഒരു ജനകീയ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് അത്രയധികം ജനപിന്തുണ ലഭിക്കും. മുഖ്യമന്ത്രിക്കല്ല, പാർട്ടിക്കും. ഒരു 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ്. വീണ്ടും അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായി. അപ്പം പിണറായി വിജയനും ഏതാണ്ട് ഇതുപോലെ തന്നെ കണ്ണൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കമെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ MP രാഘവൻ്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നതാണ്. ഈ 3 ജയരാജന്മാരും പിണറായി വിജയനും MP രാഘവൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ ജസ്റ്റ് ജൂനിയർ ആണെങ്കിൽ ആ ടീമിലുള്ളവർ, അവരുടെ ടീമിൽപ്പെട്ടവരായിരുന്നു. അവരാണ് പിന്നീട് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന MP രാഘവനെ പുറത്താക്കുന്ന കാര്യത്തിലൊക്കെ വലിയ റോൾ എടുക്കുന്നതൊക്കെ. പക്ഷേ അതിനുശേഷം അദ്ദേഹം മുതൽ പാർട്ടി സെക്രട്ടറി മന്ത്രിയായി, ഇപ്പം നയനാർ മിനിസ്ട്രിയിൽ മന്ത്രിയായിട്ട് അദ്ദേഹം അതിന് പുറത്തു പോയിട്ട് പിന്നെ പാർട്ടി സെക്രട്ടറിയായി. അപ്പം പാർട്ടിയുടെ വളരെ കരുത്തുറ്റ സെക്രട്ടറി ആയിട്ട് വരികയും ഏതാണ്ട് VS ഗ്രൂപ്പിൽപ്പെട്ടവരെയൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും വെട്ടിനിരത്തി കൊണ്ട് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒരു ഏകീകരിച്ച് പിണറായി പക്ഷത്തേക്ക് കൊണ്ടുവന്നത് പിണറായി തന്നെയായിരുന്നു. പിന്നീട് പിണറായിയുടെ പാത പിന്തുടർന്നുകൊണ്ടുള്ള കണ്ണൂർ നേതൃത്വം, അതായത് നമ്മുടെ കോടിയേരിയെ പോലെയുള്ള ആളുകളും ആ പാത തന്നെയാണ് പിന്തുടർന്നത്. അപ്പം ഈ പാർട്ടിക്കകത്ത് നേരത്തെ VSൻ്റെ കാലഘട്ടത്തിൽ നയനാർ VS എന്ന് പറയുമ്പോൾ അന്ന് കണ്ണൂർ ലോബി, കണ്ണൂർ വിഭാഗമായിരുന്നു. അതായത് പിണറായിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പം പിണറായിയും അച്യുതാനന്ദനെ പോലെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഈ വർഗ ബഹുജന സംഘടനകളുടെയൊക്കെ ഏറ്റവും അവരുടെ പ്രിയപ്പെട്ട നേതാവായും ഒക്കെ തന്നെയാണ് മുന്നോട്ട് വന്നത്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരമാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. ആ അധികാരം 5 വർഷം കഴിഞ്ഞ്, സാധാരണ കേരളത്തിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും 5 വർഷത്തിലൊരിക്കൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകും. അപ്പോൾ നമ്മൾ ഈ ആയുർവേദ ചികിത്സ നടത്തി ഒന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുന്ന പോലെ നിങ്ങൾക്ക് 5 വർഷം സമരം ചെയ്ത് പുറത്തേക്ക് വരാം. അപ്പോൾ 2021 കേരളത്തിലെ വോട്ടർമാർ അത് ചെയ്തില്ല. അതാണ് പിണറായിയെ രാഷ്ട്രീയമായി നശിപ്പിച്ചത്. കാരണം തുടർഭരണം പിണറായിയുടെ സാധ്യതകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ വല്ലാതെ ഇല്ലാതാക്കി. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജനകീയത നഷ്ടപ്പെട്ടു. പാർട്ടിയുടെ തന്നെ സമര സ്വഭാവം നഷ്ടപ്പെട്ടു. സമരവും ഭരണവും ഒന്നിച്ച് കൊണ്ടുപോയ ഒരു കൾച്ചറാണ് CPM-നുണ്ടായിരുന്നു. EMS-ൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ തീരുമാനം. അത് കേന്ദ്രത്തിനെതിരായ സമരമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറും ഭരണത്തിലേക്ക് ഒതുങ്ങുകയും പാർട്ടിയുടെ വർഗബഹുജന സംഘടനകൾ, അത് NGO യൂണിയനായാണ് DYFI, SFI ഒക്കെ തന്നെ, അവരവരുടെ മേഖലയിലെ DYFI കുറച്ച് സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്ന സാഹചര്യം നടക്കുന്നു. SFI-ക്കാരും മറ്റു ചില ക്യാമ്പസ് ക്രിമിനൽ കാര്യങ്ങളിലൊക്കെ ഒതുങ്ങി അങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് പോകുന്നു. മറ്റ് സംഘടനകൾ ഇപ്പോൾ നമ്മൾക്കറിയാലോ, ETA, DA കൊടുക്കാതിരുന്നിട്ട് പോലും അവർ സമരം നടത്തിയില്ല. NGO യൂണിയൻകാർ വളരെ ലോയലായിട്ട് നിന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്കുണ്ടായ ഡാമേജ് വളരെ വലുതാണ്. അതിൽ നമ്മൾ ഈ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ അച്യുതാനന്ദനാണ് പിണറായിയുടെ പോലെ തുടർഭരണത്തിൽ വന്നിരുന്നെങ്കിൽ ഇതുപോലൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറില്ലായിരുന്നു. കാരണം അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 2011 തെരഞ്ഞെടുപ്പിൽ CPM തോറ്റുവെങ്കിലും CPM-ന് കാര്യമായ ഡാമേജ് ഉണ്ടായില്ല. അത് നിയമസഭയിലും ഉണ്ടായില്ല. 68 സീറ്റുകൾ ഇടതുമുന്നണിക്ക് കിട്ടുന്നു. പാർട്ടിയുടെ ജനപിന്തുണയിൽ, അതായത് 45% വോട്ട് അവർ നിലനിർത്തി. അപ്പം ഇന്ന് ഏതാണ്ട് 8% വോട്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ. 199 സീറ്റിൽ നിന്ന് അവർ 35-ലേക്ക് വരികയില്ല മുന്നണിക്ക്. അപ്പം അച്യുതാനന്ദൻ്റെ 5 വർഷ ഭരണം പാർട്ടിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കിയില്ല, പാർട്ടിയുടെ ഘടനയ്ക്കും ഒരു ഡാമേജ് ഉണ്ടാക്കിയില്ല. പിണറായി വിജയൻ്റെ 5 വർഷം കൊണ്ട് പാർട്ടിയുടെ സംഘടന തന്നെ തകർന്നു. പാർട്ടിക്കകത്ത് ഒരുപാട് തിരുത്തൽവാദികളുണ്ടായി, അല്ലെങ്കിൽ പ്രതിരോധമുണ്ട്. അത് പലരും പുറത്തു പറയാതിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും പലരും പുറത്തേക്ക് വന്നു. അതാണ് ഈ 3 പേര്, 5 പേര് വന്നല്ലോ. നമ്മളിപ്പോൾ 5 മണ്ഡലങ്ങളിൽ, അതായത് ശശിയെ പോലെ, അല്ലെങ്കിൽ കൊട്ടാരക്കര, 5 UDF-ന്റെ MLA സ്ഥാനാർത്ഥികളായ UDF പിന്തുണച്ചവർ CPM-ന്റെ മുതിർന്ന നേതാക്കളും MLA-യും സംസ്ഥാന ജില്ലാ മേഖലയിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചവരാണ് നേതൃത്വം. പാർട്ടി ഘടനയിൽ പാർട്ടിക്കകത്ത് പാലക്കാട് ശശിക്കൊരു ജനപിന്തുണയുള്ള ഒരാളാണ്, ഒരു മിനിമം. അപ്പോൾ ഐഷ പോറ്റി 3 തവണയാണ് കൊട്ടാരക്കരയെ റെപ്രസെന്റ് ചെയ്തത്. അതും ബാലകൃഷ്ണപിള്ളയെ പോലെ തോൽപ്പിച്ചുകൊണ്ടാണ്. അപ്പം അവരുടെ ഒരു എളിമയും ആ തരത്തിലുള്ളൊരു ജനകീയ ശൈലിയിലാണ് അവരും പ്രവർത്തിച്ചത്. അല്ലാതെ അവരെക്കുറിച്ച് അഴിമതിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ധാർഷ്ട്യമൊന്നും കാണിച്ച നേതാക്കൾ, നമ്മൾ ഈ പറഞ്ഞ നേതാക്കളിലൊക്കെ ഭൂരിപക്ഷം പേരും ആ തരത്തിലുള്ളവരാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ സ്ട്രക്ചർ നശിക്കുകയും പാർട്ടിയുടെ ഇമേജ്, അച്യുതാനന്ദൻ പുറത്തു പോകുമ്പോൾ സേഫ് ആയി പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടും നിയമസഭയ്ക്കകത്തും പുറത്തും മാന്യമായ പരാജയം ഏറ്റുവാങ്ങിയാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ ഒരർത്ഥത്തിൽ അപമാനിതനായിട്ടാണ് പോകുന്നത്. ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്കും മടങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് CM എന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ ഈ 50 കാറിൻ്റെ അകമ്പടിയോടെ വരുന്ന ഒരുപാട് സെക്യൂരിറ്റി സംവിധാനങ്ങളൊരു ഒരു മനുഷ്യൻ വളരെ ഏകാന്തനായി ഇങ്ങനെ നടന്നു വരുന്നു. കാരണം ഒരു ചടുലമായി അല്ലല്ലോ അദ്ദേഹം നടന്നു വരുന്നത്. അത് കണ്ടപ്പോൾ ഒരർത്ഥത്തിലൊരു സങ്കടവും തോന്നി. കാരണം ഇത്രയും വളരെ പവർഫുള്ളായ ഒരാൾ. അപ്പം അദ്ദേഹത്തിന് മീഡിയയെ അഭിമുഖീകരിക്കുന്ന എന്താ പ്രശ്നം? അദ്ദേഹത്തിന് ഒരർത്ഥത്തിൽ 2 വാക്ക് അദ്ദേഹത്തിന് പറഞ്ഞു പോകാമായിരുന്നു. ഒരുപക്ഷെ അച്യുതാനന്ദനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ പരാജയപ്പെട്ടാലും രാഷ്ട്രീയ രംഗത്ത് പരാജയവും ജയവും എപ്പോഴും ഉറപ്പാണ്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടിട്ടില്ലേ, വാജ്പേയി പരാജയപ്പെട്ടിട്ടില്ലേ നമുക്ക്. അതുകൊണ്ട് പരാജയമൊന്നും രാഷ്ട്രീയക്കാർക്ക് ഒരു വിഷയമല്ല. എന്തുകൊണ്ട് ഇദ്ദേഹം ഇത്രയും അന്തർമുഖനായി? അച്യുതാനന്ദൻ 11-ൽ പരാജയപ്പെട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും തിളങ്ങുക ചെയ്തത്. പക്ഷേ പിണറായി വിജയൻ പരാജയപ്പെട്ടിട്ട് ഇന്നലെ മടങ്ങി വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ചാനലുകളെല്ലാം കാണിക്കുന്നുണ്ട് ചോദ്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാതെ ഇങ്ങനെ കുനിഞ്ഞ് നടന്നു പോകുന്ന വലിയ കുറ്റബോധത്തോടെ പോകുന്നുണ്ട്. ആ കുറ്റബോധം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പാർട്ടിയെ നാശോന്മുഖമാക്കിയ ഒരു കുറ്റബോധമായിരിക്കും. മറ്റൊന്ന് ഗവൺമെൻറ് സമസ്ത മേഖലയിലെയും പരാജയപ്പെട്ട് 13 മന്ത്രിമാരും ദയനീയമായി പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പിലെ ജനവിധി.
മറ്റൊന്ന് പാർട്ടിക്ക് തന്നെ ജനങ്ങൾ നൽകിയ ശിക്ഷ വളരെ വലുതായിപ്പോയി. 11-ൽ CPM തോൽക്കുമ്പോൾ കൊടുത്ത ജനപിന്തുണയിലല്ല ഇപ്പം അവരെ തോൽപ്പിച്ചത്. മറ്റൊന്ന് പാർട്ടി എല്ലാ കാലത്തും എതിർത്തതും തുടക്കകാലത്ത് കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച BJP കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയിൽ കംഫർട്ടബിളായി 3 സീറ്റ് എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് 30 സീറ്റിൻ്റെ എഫക്റ്റാണ് വരുന്ന ആ ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തൊട്ടടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ, മുരളീധരനും ഉണ്ടാവും, ഗോപകുമാർ, അവർ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരും പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണൂരിലെ ഒരു മാർക്സിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം BJPയോടൊപ്പം ഇരുന്ന് പ്രതിപക്ഷ നിലയിൽ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ നിലപാടാണ്. കാരണം ആ തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയം ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനം കൂടുതൽ ജനകീയമായി മാറുന്നൊരു സാഹചര്യം, ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള തലത്തിൽ പരാജയപ്പെട്ടപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും VS അച്യുതാനന്ദൻ്റെ ജനകീയതയ്ക്ക് ഒരിക്കലും കുറവ് വന്നില്ല. നയനാർക്കും ആ തരത്തിലുള്ള ഒരു കുറവും വന്നിരുന്നില്ല അദ്ദേഹം അകത്തും പുറത്തു നിന്നപ്പോഴും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായി വളരെ ശക്തനായ ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ അദ്ദേഹം കൂടുതൽ അപമാനിതനാണ്, കൂടുതൽ ജനങ്ങൾക്ക് അപ്രിയമായി മാറുകയാണ്, തീരെ സ്വീകാര്യമല്ലാതെയായി മാറുന്നു. സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 10% വോട്ട് കുറയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ മര്യാദ ഉള്ള ഒരാളെങ്കിൽ രാജിവെക്കേണ്ടതാണ്. കാരണം ധർമ്മടം പോലുള്ളൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാളും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം അദ്ദേഹത്തിന് 59-ൽ നിന്ന് 49% അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം മാറി. ആ തരത്തിൽ എല്ലാം സമസ്ത മേഖലയിലും അദ്ദേഹം പരാജയപ്പെടുക മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്ത അദ്ദേഹം വളർത്തിയെടുത്ത പാർട്ടി സംവിധാനവും അതിൻ്റെ കരുത്തും ഒക്കെ തന്നെ തകർത്ത് ഇനി അതിൻ്റെ ഭാവിയിൽ വലിയൊരു ചോദ്യചിഹ്നവുമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതായി മാറുന്നത്. നമ്മൾ ഈ ഒരു അവസ്ഥയിലല്ല കേരള ജനത അച്യുതാനന്ദനെ നോക്കിക്കണ്ടതാണ്. അപ്പം അച്യുതാനന്ദനെയും പിണറായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ അച്യുതാനന്ദൻ്റെ ജനകീയത ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും അച്യുതാനന്ദനായിരുന്നു. പിണറായി വിജയൻ ഭരണത്തിന് മുമ്പും തുടർ ഭരണത്തിന് ശേഷവും ഒരു പുതിയ പിണറായി വിജയനായി മാറി. ആ തരത്തിൽ അദ്ദേഹം കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന തലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ മാറ്റിക്കണ്ടത്. അപ്പം അച്യുതാനന്ദൻ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല, ഇദ്ദേഹം പാർട്ടിക്ക് കൂടെ ഡാമേജ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്, മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ പുറത്തു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കോട്ടകളിലാണ് ഏറ്റവും വലിയ വിള്ളൽ വീണത്. അപ്പം അച്യുതാനന്ദൻ ആ തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.